أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നാം പറഞ്ഞത്. അഥവാ ഈ പ്രപഞ്ചത്തിലുള്ള ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ ചരാചരങ്ങളും വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആയത്തിൻ്റെ ആശയമായി നമ്മൾ മനസ്സിലാക്കിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار. فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم. فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم. يصهر به ما في بطونهم والجلود. يصهر به ما في بطونهم والجلود. ولهم مقامع من حديد. ولهم مقامع من حديد. كلما أرادوا أن يخرجوا منها من غم أعيدوا فيها. كلما أرادوا أن يخرجوا منها من غم أعيدوا فيها. أعيدوا فيها وذوقوا عذاب الحريق. أعيدوا فيها وذوقوا عذاب الحريق.
അവിടെ ഹാദാനി ഖസ്മാനി, ഖ ആണ്, സ്വാദാണ്, സീനല്ല. ഖസ്മാനി എന്നല്ല, ഖസമ പറഞ്ഞ വേറെ അർത്ഥമാണ്, സ്വാദാണ്. ഖസ്മാനി, ഹാദാനി, ഹാദാനി എന്നല്ല, ദാലും വ്യത്യാസമുണ്ട്. ഹാദാനി ഖസ്മാനി ഇഖ്തസമു, ഖസ്മാനി ഇഖ്തസമു. അവിടെ ഇഖ്തസമ ഹംസത്തുൽ വസ്ലാണ്, ഖുമാസിയാണ്, 5 അക്ഷരമുള്ള ഫിഅലാണ്. അപ്പോൾ ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, ഫീ റബ്ബിഹിം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അറബിയിൽ റ ആണ്, റ അല്ല, റ. ഫീ റബ്ബിഹിം, ഫീ റബ്ബിഹിം എന്നാണ്. പിന്നെ ഫല്ലദീന കഫറു ഖുത്തിഅത്, ഖുത്തിഅത്, കഫറു അവിടൊക്കെ അസ്ലിയ മധ്യമുള്ള 2 അക്ഷരം നീട്ടേണ്ടുള്ളൂ. ഖുത്തിഅത് ലഹും, ഖുത്തിഅത് എന്ന് ഓതാൻ പാടില്ല, ത് എന്നുള്ള ഉച്ചരിക്കേണ്ട. ഖുത്തിഅത്, ഖുത്തിഅത്, ഖാഫ് ത്വ, ഖുത്തിഅത് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഖുത്തിഅത് ലഹും സിയാബുൻ, ലഹും സിയാബ്, അവിടെ മീമിനെ ഉച്ചരിക്കണം. ലഹും സിയാബ്, ലഹും സിയാബും മിൻ നാർ, അവിടെ സിയാബുൻ എന്നുള്ള തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സിയാബും മിൻ നാർ, അവിടെ നൂന് സാക്കിനക്ക് ശേഷം പിന്നെ നൂന് വന്നു. അപ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന, 2 സ്ഥലത്തും മീമിനും ഇദ്ഗാം ബിഗുന്നയാണ്, നൂനും ഇദ്ഗാം ബിഗുന്നയാണ്. അപ്പോൾ സിയാബും മിൻ നാരി യുസബ്ബു, യുസബ്ബു, സ്വാദാണ്, സീനല്ല, യുസബ്ബു, യുസബ്ബു മിൻ ഫൗഖി, മിൻ എന്നുള്ള നൂന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, അവിടെ മണിക്കണം. മിൻ ഫൗഖി, മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, റൂസിഹിമുൽ ഹമീം, റൂസിഹിം അൽ ഹമീം കൂട്ടി ഓതുമ്പോൾ റൂസിഹിമുൽ ഹമീം. യുസ്ഹറു, സ്വാദാണ്, യുസ്ഹറു എന്നല്ല, സഹറ അല്ല, യുസ്ഹറു, യുസ്ഹറു ബിഹി, അവിടെ ഹാവിനെ കുറച്ച് നീട്ടണം. ബിഹി മാ ഫീ ബുത്തൂനിഹിം, മാ ഫീ ബുത്തൂനിഹിം, മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം. മാ ഫീ ബുത്തൂനിഹിം വൽ ജുലൂദ്, നിർത്തുമ്പോൾ വൽ ജുലൂദ്. വലഹും മഖാമിഉ, 2 മീം ഒരുമിച്ച് വന്നു. ഇപ്പം ഈ മീമിന് 2 നിയമങ്ങളാണല്ലോ, ഒന്ന് ബായിൻ്റെ മുമ്പിൽ വരിക, മറ്റേ മീം വരിക. 2 സ്ഥലത്ത് മാത്രമേ ഇത് അവിടെ മീമിന് സുക്കൂന് കൊടുക്കാത്തുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും മീമിന് സുക്കൂനായിരിക്കും. അപ്പോൾ ഇവിടെ മീമാണ്, മീമിന് ശേഷം മീമാണ്. അപ്പോൾ വലഹും മഖാമിഉ മിൻ ഹദീദ്, മഖാമിഉ ഐനാണ്, മിൻ ഹദീദ്, നൂൻ ഇൽഹാർ ചെയ്യണം, ഹ ഇൽഹാറിൻ്റെ അക്ഷരമാണ്. ഹദീദ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. പിന്നെ കുല്ലമാ അറാദു, 2 സ്ഥലത്ത് നിർത്തണം. കുല്ലമാ എന്നുള്ളത് നിർത്തണം, അറാദു എന്നുള്ളത് നിർത്തണം. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ, അവിടെ ഉണ്ടോ മിൻ ഹ, നൂന് സാക്കിനത്തിന് ശേഷം ഹ വന്നു, അവിടെ മണിക്കാനും ഒന്നും പാടില്ല, ഇൽഹാർ ചെയ്യുക. മിൻഹ, ഇദ്ഗാം ഒന്നുമില്ല, നേരെ ശരിക്കും നൂന് സുക്കൂനായിട്ട് തന്നെ ഉച്ചരിക്കുക. മിൻഹ മിൻ ഗമ്മിൻ, അപ്പുറത്തും നൂന് സാക്കിന് പിന്നെ ഇൽഹാർ ചെയ്യുക. മിൻ ഗമ്മിൻ, മിൻ ഗമ്മിൻ ഉഈദു ഫീഹ, അവിടെ മിൻ ഗമ്മിൻ എന്ന് പറയാൻ പാടില്ല, മിൻ ഗമ്മിൻ ഉഈദു, അവിടെ മിൻ ഗമ്മിൻ എന്നുള്ളിടത്തും ഇൽഹാർ ചെയ്യണം, തൻവീന് ശേഷം ഹംസ വന്നു. മിൻ ഗമ്മിൻ ഉഈദു ഫീഹ വദൂഖു അദാബൽ ഹരീഖ്. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന വിഷയം ഇതാണ്. ഹാദാനി ഖസ്മാനി, ഹാദാൻ എന്ന് പറഞ്ഞാൽ ഇത് 2, ഹാദാ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് അടുത്തുള്ള ഇസ്മുഷാറ അടുത്തുള്ളതിനാണ് ഹാദ എന്ന് പറയാം, പുല്ലിംഗമുള്ളതിന്. ഇപ്പൊ ഹാദാനി ഖസ്മാനി, ഇത് 2 തർക്കിക്കുന്ന സംഘങ്ങളാണ്.
അപ്പം ഏതാണ് ഈ രണ്ട് തർക്കിക്കുന്ന സംഘങ്ങൾ ഏതൊക്കെയാണ്? അതിൽ മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും നേർക്കുനേരെ നിന്നതിന് ശേഷം ഈ രണ്ട് കക്ഷികൾ തമ്മിൽ ചില വാഗ്വാദങ്ങളുണ്ടായി. അതായത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ തമ്മിൽ മുശ്രിക്കീങ്ങളുടെ ഉത്ബത്ത് ഷൈബത്ത് അവരുമായിട്ട് എന്ത് ചെയ്തു? യുദ്ധത്തിന് ആദ്യം ദ്വന്ദ്വയുദ്ധം നടന്നിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ യുദ്ധം. അപ്പം അതിനു മുമ്പ് വലിയ വാഗ്വാദങ്ങളുണ്ടായി മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ. അതിൽ ഹംസ റളിയല്ലാഹു അൻഹും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്ന് ചില മുശ്രിക്കീങ്ങളുമായിട്ടുള്ള, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ആണ് യുദ്ധം നടക്കാൻ പോണത്. ഹാദാനി ഖസ്മാനി, ഈ രണ്ട്, അതാണ് അതിലൊരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്താ വെച്ചാൽ മൊത്തത്തിൽ മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ കുഫാറുകളുമായിട്ടുള്ള കാഫിരികളുമായിട്ടുള്ള ആളുകൾ. മൂന്നാമത്തെ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം അഹ്ലു കിതാബും മുസ്ലിമീങ്ങളും തമ്മിൽ. ഏതായിരുന്നാലും മുസ്ലിമീങ്ങളും മുസ്ലിം അല്ലാത്തവരും തമ്മിൽ ഉണ്ടായ തർക്കമാണ്. ഏത് വിഷയത്തിലാണ്? ഫി റബ്ബിഹിം ഇഖ്തസമു ഫി റബ്ബിഹിം, അവിടെ റബ്ബിന്റെ വിഷയത്തിലാണ് അവർ തർക്കിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന്റെ വിഷയത്തിലാണ് തർക്കിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ ചങ്ങായി പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബദർ ഉണ്ടായത് തൗഹീദിന് വേണ്ടിയിട്ടല്ല. തൗഹീദ് എന്താണ്, തൗഹീദും ശിർക്കും തമ്മിലല്ല ബദറിൽ പോരാട്ടം ഉണ്ടായത്. കാരണം തൗഹീദ് എന്ന് പറഞ്ഞ പ്രപഞ്ച സത്യമാണ്. അപ്പോൾ അതിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ചങ്ങായി പ്രസംഗിച്ച അപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. അള്ളാഹ് പറഞ്ഞെന്താ? ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫി റബ്ബിഹിം, ഈ റബ്ബിന്റെ വിഷയത്തിലാണ് അവർ തർക്കിക്കുന്നത്. റബ്ബുണ്ട് എന്നുള്ള വിഷയത്തിലാണോ? ബാക്കി മുസ്ലിങ്ങളും തമ്മിൽ തർക്കം? അള്ളാഹ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ലോകത്ത് തർക്കം നടന്നിട്ടുണ്ടോ? ഇഖ്തസമു ഫി റബ്ബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഹീദിന്റെ വിഷയത്തിലാണ് തർക്കം. അള്ളാഹ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെയും മുമ്പ് ജനിച്ച അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ പേരെന്താ? നബിന്റെ അപ്പന്റെ പേരെന്താ? അബ്ദുള്ള എന്നല്ലേ? അബ്ദുള്ള പറഞ്ഞെന്താ? അള്ളാഹിന്റെ അടിമന്നല്ലേ? എത്ര അബ്ദുള്ളമാരുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അള്ളാഹു ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല, അള്ളാഹുവിന്റെ തൗഹീദിന്റെ വിഷയത്തിലകത്ത് തർക്കം നടന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കക്ഷികൾ തമ്മിൽ തർക്കം നടന്നു. ഇന്നും അത് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതിൽ ഒരു വിഭാഗം ഹക്കിന്റെ ആളുകളാണ്, മറു വിഭാഗം നരകത്തിന്റെ ആളുകളാണ്. ഒരു വിഭാഗം സ്വർഗത്തിന്റെ ആൾക്കാരാണ്, മറ്റൊരു വിഭാഗം നരകത്തിന്റെ ആൾക്കാരാണ്. ഇനി എന്താണ് ഈ നരകത്തിന്റെ ആളുകൾക്ക് പരലോകത്ത് നരകത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കം നടന്നു. തൗഹീദിന്റെ വിഷയത്തിലും ശിർക്കിന്റെ വിഷയത്തിലാണ് തർക്കം. ആ തർക്കത്തിൽ ശിർക്കിന്റെ ആളുകൾ പറയുന്ന ന്യായം ഒന്നും ശരിയില്ല. എന്നാൽ പരലോകത്ത് അവർക്ക് നരകത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഫല്ലദീന കഫറു, കാഫിറുകളായ ആളുകൾ, അവർക്ക് ഖുത്അത് ലഹും സിയാബും മിൻ നാർ. ഖത്അ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നർത്ഥം. ഖത്അ എന്ന് പറഞ്ഞാൽ മുറിച്ചു. ഖുത്അത് ലഹും അവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്നതാണ്. അപ്പം നമ്മൾ എന്ത് മുറിക്കപ്പെടുക? സിയാബ്. സിയാബ് പറഞ്ഞാൽ എന്താ? വസ്ത്രം. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടുത്തെ ഒരാൾക്ക് ഡ്രസ്സ് അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ശീല കട്ട് ചെയ്യും. അവൻ്റെ ഷേപ്പ് നോക്കിയിട്ട് അവൻ്റെ ശരീരത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? നമ്മൾ ഡ്രസ്സ് എടുക്കുക അല്ലേ? അത് ഇനി റെഡിമെയ്ഡ് ആണെങ്കിലും അത് ആദ്യം മുറിച്ചിട്ടാണ് അടിക്കുക. അപ്പം നരകത്തിലുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകത്തിൽ ഡ്രസ്സ് അള്ളാഹു മുറിച്ചു കൊടുക്കും. ഖുത്അത് ലഹും സിയാബ്. എന്തിൽ നിന്നുള്ള? മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രമായിരിക്കും അവർക്കുണ്ടാവുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരകത്തിലാണ് അവർ കിടക്കുന്നത്. അപ്പം അവർക്ക് വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിൻ്റെ വസ്ത്രം തന്നെയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുന്നത്. നഊദു ബില്ലാഹ്. ഇത് സത്യനിഷേധികളായ ആളുകൾക്ക് നരകത്തിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയുടെ
കഠിനമായ ചില കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വസ്ത്രം തുന്നിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ബോഡി ഷേപ്പ് അനുസരിച്ച് ഖുത്യാത്തലഹും, അവർക്ക് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശരീരത്തിനനുസരിച്ച് കൊണ്ടുള്ള നരകത്തിൽ നിന്നുള്ള വസ്ത്രം അള്ളാഹു അവർക്ക് മുറിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ചൂടുള്ള സമയത്ത് നല്ല കോട്ടൻ്റെ അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല കമ്പിളിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ നല്ല തണുപ്പത്തിറുന്ന കമ്പിളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക? അതന്നെ നമുക്ക് അസ്വസ്ഥമായിരിക്കും. ഈ ദുനിയാവിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ചൂടിൽ നിന്ന് കിട്ടുന്ന ചൂടാണല്ലോ ഇപ്പോൾ ഈ ദുനിയാവിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ. ആ ചൂട് തന്നെ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികമാവും ചൂട്. അപ്പം നരകത്തിൻ്റെ ചൂട് ഒന്നുണ്ട്, ആ നരകത്തിൻ്റെ ചൂടിൻ്റെ ഡ്രസ്സും കൂടി ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? നഊദുബില്ലാ, ചൂട് അധികമാകുന്ന അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ തൊത്യാത്തവും സിയാബും മിന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രം അവർക്ക് അണിയിക്കപ്പെടും. ഇനി മാത്രമല്ല, ഇതിന് പുറമെ യുസബ്ബു, സബ്ബ യുസബ്ബു എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ വസ്ത്രം ഒരിക്കലും അവിടെ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോകൂല. കാരണം നരകത്തിൻ്റെ വസ്ത്രമായതുകൊണ്ട് തന്നെ ഇത് കത്തിത്തീരുമല്ലോ. നമ്മൾ പോളിസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ തീ പിടിച്ചാൽ പോയിപ്പോളും. പക്ഷെ ഇത് നരകത്തിൻ്റെ തീയിൽ നിന്ന് തന്നെയുള്ള വസ്ത്രമായതുകൊണ്ട് ആ നരകം ഉള്ളിടത്തോളം കാലം ആ ഡ്രസ്സ് ഓനുണ്ടാവും. കാരണം കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖാലിദീന ഫിഹ, അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരു അവസരവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയില്ല. പിന്നെ യുസബ്ബു, സബ്ബ യുസബ്ബു എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നർത്ഥം. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, അവരുടെ തലയുടെ മുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നരകത്തിൽ കിടക്കുന്ന ചൂട് ഒരു ഭാഗത്തുണ്ട്, ഇനി അവിടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ചൂടൊരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, അവരുടെ തലയുടെ മുകളിലൂടെ ഒഴിക്കപ്പെടും അൽ ഹമീം. ഹമീം എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ തിളച്ച ചൂടുള്ള വെള്ളം എന്നർത്ഥം. നിങ്ങളാച്ച ദുനിയാവിലെ ചൂടെന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി വെച്ചാൽ തിളക്കും. പക്ഷെ നരകത്തിൻ്റെ ചൂട് ദുനിയാവിലെ ചൂടിൻ്റെ 69 ഇരട്ടി ചൂട്, 70 ഇരട്ടി ചൂടുണ്ട്. ആ ചൂടിൽ തിളച്ച വെള്ളം അവരുടെ ശരീരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വയ്ക്കും. നിങ്ങളപ്പോൾ ചൂടിൻ്റെ മേലെ ചൂടാണ്. നഊദുബില്ലാഹി, അല്ലാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, അപ്പോൾ അവരുടെ നരകത്തിൽ കിടക്കുന്ന ചൂടുണ്ട്, അതിന് പുറമെ അവിടെ വസ്ത്രത്തിൻ്റെ ചൂടുണ്ട്, അതിന് പുറമെ നരകത്തിൽ തിളച്ച ഹമീം എന്ന് പറഞ്ഞാൽ അതാണ്. ഹമീം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടർത്ഥമുണ്ട് ഹമീമിന്. ഒന്ന് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അർത്ഥമുണ്ട് ഹമീമിന്, രണ്ടാമത്തെ തിളച്ച വെള്ളം അർത്ഥമുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തലൻ്റെ മുകളിൽ കൂടെ നിന്ന് ഒഴിക്കുക. ഇതിനൊക്കെ മലക്കളുണ്ടാവും അവിടെ. അപ്പോൾ ഓരോരുത്തരുടെയും തലയുടെ മുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഇതിനടുത്ത ആയത്തിലെ വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിൻ്റെയും അപ്പുറത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമാണ് ശരിക്കും നരകത്തിൻ്റെ അവസ്ഥ. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നരകം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ ജൂതന്മാർ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഏറിയുന്ന 40 ദിവസം കടന്നാലും കുറച്ച് കഴിഞ്ഞാൽ പുറത്തെടുക്കാമല്ലോ. ഈ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ തെറ്റുകളും തിന്മകളൊക്കെ ചെയ്യുമ്പോൾ ആളുകളുടെ മനസ്സിലെന്താണുള്ളത്, കുറച്ചു കാലം നരകത്ത് കിടന്നാലും പിന്നെ അതിൻ്റെ കഴിച്ചിലാകാമല്ലോ എന്നാ. ശരിക്കും നിങ്ങൾ ആലോചിച്ചു, ഈ ഒരു അനുഭവം ഈ പറഞ്ഞ ഇതിൽ പുറമെ വേറൊരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകത്തിൻ്റെ ഒരു വസ്ത്രം അണിയുക എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അബൂ താലിബിനാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ കൊടുക്കണം. അബൂ താലിബ് ഒരു മനുഷ്യരാണ്. അബൂ താലിബിനെ പോലത്തെ വേറെ കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ചെറിയൊരു ചെരുപ്പ് നരകത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. കാലുമല് ഒരു ചെരുപ്പ്. അപ്പം നിങ്ങൾ ആലോചിച്ച്, ചെരുപ്പ് ശരീരത്തിൽ തട്ടുന്ന പ്രതലം എത്ര ഉണ്ട്? കുറച്ചല്ലേ ഉള്ളൂ. ഡ്രസ്സ് തട്ടുന്ന അത്ര തരം ചെരുപ്പ് തട്ടൂലല്ലോ. അപ്പം ആ ചെരുപ്പ് ശരീരത്തിൽ തട്ടുമ്പോഴേക്കും അയാളുടെ തലച്ചോറ് പോലും തിളച്ചു മറിയുന്ന ചൂടായിരിക്കും അയാൾക്കുണ്ടാകും. അതുപോലും അയാൾക്ക് എന്നിട്ട് റസൂൽ പറയാണ്, അയാൾ വിചാരിക്കും, ആ ചെറിയ ചെരുപ്പ് ധരിച്ച നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾ വിചാരിക്കുകയാണ്, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എനിക്കാണ്.
നരകത്തിൽ ഞാൻ അനുഭവിക്കുന്ന ശിക്ഷയാണ്, നരകത്തിലെ മനുഷ്യന്മാർ അനുഭവിക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടിയ മനുഷ്യൻ പോലും എന്ത് ചെയ്യുക, ചിന്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നരകം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ ഹക്കാണ്. ആ നരകം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം കത്തിച്ച് വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകം കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ നരകത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിന് 2 ശ്വാസാശ്വാസങ്ങൾ പുറത്തേക്ക് വിടലുണ്ട്. നരകത്തിന് 2 അനുഭവങ്ങളുണ്ട്. ഒന്ന് ഭയങ്കരമായ ചൂടുണ്ട്, ഭയങ്കരമായ തണുപ്പുണ്ട്. അതുകൊണ്ട് ആ പ്രകൃതിയിൽ ഭയങ്കരമായ ചൂട് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിൻ്റെ ഒരു ശ്വാസം നരകം പുറത്തേക്ക് വിട്ടതാണ്. ഭയങ്കരമായ തണുപ്പുണ്ടാകുന്ന നരകത്തിൻ്റെ ഒരു ശ്വാസം നരകം പുറത്തേക്ക് വിട്ടതാണ്. അപ്പം നരകത്തിൽ അതാണ് ജംഹരിയർ എന്ന് പറഞ്ഞത്. ഭയങ്കരമായ തണുപ്പുണ്ട്, ഭയങ്കരമായ ചൂടുണ്ട്. ഇത് 2 മനുഷ്യനെ സഹിക്കാൻ കഴിയില്ല. ഇപ്പം ഈ ഗൾഫ് കാലത്തൊക്കെ ഭയങ്കര തണുപ്പുള്ള കാലത്ത് ആൾക്കാർ എന്താ വെച്ചാൽ പഠിച്ചവനെ ചൂടുകാലം വന്നാണെ സുഖിക്കാരം, ചൂടുകാലത്തെ ആൾക്കാർ എന്താ വിചാരിക്കുക പഠിച്ചവനെ തണുപ്പുകാലം വന്നാണെങ്കിൽ താതേനെ സുഖം. കാരണം അതികഠിനമായ തണുപ്പും അതികഠിനമായ ചൂടും മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇത് 2 നരകത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ തലയുടെ മുകളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏറ്റവും ചൂടുള്ള ഹമീമായ വെള്ളം അവരുടെ തലയുടെ മുകളിലൂടെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? യുസ്ഹറു ബിഹി മാ ഫി ബുതൂനിഹിം. സറസുറന്ന തിളച്ച് വേവണനെ പറയാം ശരിക്ക് എന്ന് പറഞ്ഞാൽ. അത് തലയിലൂടെ ഒഴിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കുറേയൊക്കെ അവർ കുടിക്കും ചെയ്യും. ആ കുടിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വയറുകളിലുള്ളതെല്ലാം അത് തിളച്ച് മറിയും, വെന്ത് ഉരുകി വേദനിക്കും. ജുലൂദ്, അവൻ്റെ തൊലികളും വെന്തുരുകും. തലയിൽ കൂടെ വെള്ളം, ഇപ്പം നിങ്ങൾ ആലോചിച്ച് തലയിൽ കൂടെ ഈ ദുനിയാവിൻ്റെ ഒരു നല്ലൊരു 100 ഡിഗ്രി ചൂടുള്ള വെള്ളം തലേൻ്റെ മുകളിൽ ഒഴിച്ചാൽ എന്താ ഉണ്ടാകുക? ഇത് ഒരു ഒഴിക്കൽ കൊണ്ട് തീരുകയാണെങ്കിൽ തീർന്നില്ല. ഇത് ഒഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ശിക്ഷ, കഠിനമായ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ നരകത്തിൽ. അതാണ് യുസ്ഹറു മാ ഫീ ബുതൂനിഹിം. അവരുടെ വയറുകളിലുള്ള അവരുടെ കുടലുകളും കുടൽമാലകളും എല്ലാം ഈ ഒരു വെള്ളത്തിൽ തിളച്ച് പഴുത്ത് വെന്തുരുകുന്ന അവസ്ഥ ഉണ്ടാകും. ജുലൂദ്, ആ മനുഷ്യൻ്റെ തൊലികളും വെന്തുരുകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം നിങ്ങൾ ആലോചിക്കുക, അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞു ബദ്ദൽനാ ജുലൂദൻ ഗൈറഹ, വേറെ തൊലി കൊടുക്കും, അപ്പോൾ വേറെ വെള്ളം വരും. വീണ്ടും ആ തൊലി ഉരുകും, അത് വേറെ വെള്ളം വരും. വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് എത്ര കാലമാണ് സംഭവിക്കുക? ഒരു ഹദ്ദില്ലല്ലോ, ഒരറ്റവുമില്ലാതെ പടച്ചോന് മാത്രമേ അറിയുള്ളൂ എന്നാണ് ഇത് അവസാനിക്കാൻ. കാഫിരിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനും പ്രതീക്ഷയല്ല. വിശ്വാസികളാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയിൽ കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന പ്രതീക്ഷയെങ്കിലുണ്ട്. അതാണ് ഈമാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു കടുകുമണിയുടെ ഈമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷിക്കും. പക്ഷെ അത് ഈമാൻ ഉണ്ടാകണം, ശിർക്ക് പാടില്ല, കുഫർ ഉണ്ടാകാൻ പാടില്ല. ശിർക്കുണ്ടെങ്കിൽ കാലാകാലം നരകത്തില്ല. ഓന് എത്ര നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും ഹജ്ജ് 100 വട്ടം ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. അബൂജഹൽ ഹജ്ജ് ചെയ്തിട്ടില്ലേ? മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എത്ര നന്മകളുണ്ടെങ്കിലും നമ്മുടെ ശിർക്കുണ്ടെങ്കിലും ഒക്കെ കഴിഞ്ഞു. കാരണം എല്ലാ നന്മകളെയും ലൈൻ അശ്റഖ്ത ലഹബത്തൻ അമലുക, നീ ശിർക്ക് ചെയ്ത നിന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. അപ്പം നല്ലോണം സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവൻ കാഫറായി പോകുന്ന, മുശ്രിക്കായി പോകുന്ന കർമ്മം. അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് സഹായം ചോദിക്കുക, അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ ലഭിക്കുക. ഇപ്പം ഈ ജീലാനി ഇതിനൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. ഇപ്പോൾ ഒരു മുസ്ലിയാർ വസനിക്കാണ്, മൊയ്തി ഷെയ്ഖിന് ജീലാനി തരീഖത്തിലുണ്ട്, വമൻ യുനാദിസ്മി അൽഫം ബി ഖൽവത്തിഹി അസ്വം ബി ഹിമ്മത്തിഹി അജബ്തുഹു മുസ്രിയൻ മിൻ അജ്ലി ദഅവത്തിഹി. ഖുതുബിയത്തിലുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ വലിയ പോലീശ നടത്തി കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ ഈ പറഞ്ഞതെന്ന് അറിയാം? ഒമൻ യുനാദിസ്മി അൽഫം ബി ഖൽവത്തിഹി, 1000 തവണ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എന്നെ വിളിക്കണം. അസ്വം ബി ഹിമ്മത്തി, മനസ്സിൽ ഉറപ്പിച്ച്, മൊയ്തി ഷെയ്ഖ് വരും ഉറപ്പിച്ച് വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവത്തിഹി, അവൻ്റെ വിളി കൊണ്ട് ഞാൻ അവന് വേഗത്തിൽ ഉത്തരം കൊടുക്കുന്ന. 1000 വട്ടം വിളിക്കണം.
നിങ്ങൾ ആലോചിക്ക്, ഒരു മനുഷ്യനെതിലും വലിയ കളിയാക്കൽ വേറുണ്ടോ? 1000 വട്ടം ഒരാൾ വിളിക്കണം, അയാൾക്ക് ചൂട് വെക്കുമ്പോൾ ഒരെട്ടൻ വിളിച്ചാൽ പോരെ, ഇതിനെ 1000 വട്ടം വിളിക്കണം? ഇത് മൊയ്തീൻ ഷേഖ് പറഞ്ഞില്ല. മൊയ്തീൻ ഷേഖ് ഇത് ഒരിക്കലും പറയില്ല. മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ. എന്നിട്ട് ഇപ്പോൾ ഒരു മുല്യാരെ വ്യാഖ്യാനിച്ചാൽ 1000 വട്ടം വിളിക്കണ്ട, ഒറ്റ വിളിച്ചാൽ മതി. എന്നാൽ ആ വിളി പടച്ചോനാണ് വിളിച്ചൂടെ? വിളിക്കില്ല. ഈ 1000 വട്ടം മൊയ്തീൻ ഷേഖിനെ വിളിച്ച എത്ര സമയമുണ്ട്? 1000 വട്ടം വിളിക്കണമെങ്കിൽ യാ അള്ളാന്ന് വിളിക്കാൻ എത്ര വലിയ പണിയുണ്ടോ? അള്ള പറഞ്ഞെന്താ? ഉദ്ഊനി അസ്തജിബ് ലക്കും. പക്ഷെ ഇത് വിളിക്കൂല. ഇങ്ങനെ വിളിച്ചാൽ 1000 വട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കി, ശിർക്ക ചെയ്യണം. എത്ര ഗൗരവമുണ്ട്. ഇപ്പം ഈ ജീലാനി റബീഉൽ ആഖിർ കഴിഞ്ഞല്ലോ, ജീലാനി തന്നെ എത്ര സ്ഥലത്താണ് ഹുത്തുബിയത്തെന്ന് അറിയാം. അതൊക്കെ വലിയ കുറേ ആളുകൾ വിളിക്കാണ്. ഈ 1000 വിളിക്കുന്ന പറഞ്ഞാൽ 10 ആൾ ഉണ്ടായ ഓരോരുത്തർ 100 വട്ടം വിളിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ചില്ല, ആരെയും വിളിക്കണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിക്കണത്. ഇതിലൊന്നും മുസ്ലിം സമുദായത്തിന് യാതൊരു സങ്കോചമില്ല. അങ്ങനെ വിളിച്ചവരാണ് ഇവിടെ കിടക്കുക. ഓനിനി എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പൂറ്റിട്ടും കാര്യമില്ല. ഒരു പ്രയാസം വരുമ്പോൾ എനിക്ക്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഒരു പ്രയാസം വരുമ്പോൾ എനിക്കെൻ്റെ പ്രയാസം അറിവെക്കാൻ എൻ്റെ റബ്ബല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ പിന്നെ പടച്ചോൻ എന്തിനാണോ അവന്? ആലോചിക്കാൻ. എല്ലാത്തിനും കഴിവുള്ള പടച്ചോൻ ഇവിടെ ഉണ്ട്, പിന്നെയും മറ്റൊരു വിളിക്കാൻ പിന്നെ പടച്ചോൻ്റെ ആവശ്യമുണ്ടോ? ഇത് ചിന്തിക്കൂല. അപ്പം ഞാൻ പറഞ്ഞ ഇതൊക്കെ ചെയ്ത ആളുകളാണ് ഇവിടെ കിടക്കുക. ഞാൻ നിസ്കരിച്ചിട്ടും നോമ്പ് പറ്റിട്ടും മുസ്ലിമീങ്ങൾ ശിർക്കുണ്ടാവും എന്നാണ്. ശിർക്കുണ്ടാവും. ചാക്കർക്ക് സംശയത. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ് ശിർക്കുണ്ടാവും. കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എങ്ങനെ ചെല്ലുകയെന്ന് അറിയാതെ ചെല്ലുകളുണ്ടാവും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ? ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ അവന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അവൻ്റെ മയ്യത്ത് നിസ്കാരം ശഫാഅത്ത് സ്വീകരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മുസ്ലിം മരിച്ച് ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ നിസ്കരിച്ചാൽ, മയ്യത്ത് ആരാ നിസ്കരിക്കല്? ഇവിടുത്തെ കണാരൻകുട്ടിയും കൃഷ്ണൻകുട്ടിയും ജോസഫ് കുട്ടിയും മയ്യത്ത് നിസ്കാരത്തിന് വരല്? ആരാ വരല്? മുസ്ലിമീങ്ങളല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ പോലല്ലേ മയ്യത്ത് നിസ്കരിക്കാൻ വരിക. അപ്പൊ ആ മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നവർ ശിർക്കുണ്ടാവും. ആ ശിർക്കില്ലാത്ത 40 ആളുകൾ നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ ശഫാഅത്ത് സ്വീകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനൊക്കെ ഇവിടുന്ന് പറയും, ഇന്ന ആള് നരകത്തേക്കാണ്, ഞാൻ നരകത്ത് പോയിക്കോട്ടെ. ഇന്ന ആള് സ്വർഗത്തേക്കാണെങ്കിൽ ആ നരകം. ഇപ്പോൾ ചങ്ങായി പറഞ്ഞിട്ടില്ലേ, എന്താ പറഞ്ഞ, ഇന്ന ആൾക്കാരൊക്കെ നരകത്തിലാണെങ്കിൽ നമ്മൾ നരകത്ത് പോകും, നരകത്തിലല്ല നമുക്ക് AC ചേരുന്നു. ഇതൊക്കെ അല്ല AC അല്ലപ്പത്. ഇസ്ഹറു മാഫി ബുത്തൂനിഹിം വൽ ജുലൂദ്. യേശിന്റെ കോലാപ്പത്. ഇതൊന്നും പടച്ചോനെ പറ്റിയും നരകത്തെ പറ്റിയും ഒരു ബോധവും നമ്മുടെ കൗമിനില്ല. അങ്ങോട്ട് പറയന്നെ. ഒരു മുസ്ലിം എഴുതിയ പുസ്തകം എൻ്റെ അടുത്തുണ്ട്. അതായത് നരകവാസികൾക്ക് കുറേ കഴിഞ്ഞാൽ നരകം ആസ്വാദനമാകുന്ന, അത് അവർ ആസ്വദിക്കുന്ന. എങ്ങനെന്നറിയാം? ഇപ്പം നമ്മളിപ്പോൾ ഒരു കൊതുക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ മുറിയൊക്കെ ഉണ്ടായ ആ മാന്തുമ്പോൾ നമുക്ക് ആസ്വാദനം ഉണ്ടാവുമല്ലോ. അങ്ങനെയുണ്ട്. സഹോദരന്മാരെ, നരകം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നരകം. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം അൽ ഹമീം യുസ്ഹറു മാ ഫീ ബുത്തൂനിഹിം വൽ ജുലൂദ്. ഇതാ നരകം എന്ന് പറയും. ഇതിവിടെ AC ഇല്ല. അപ്പം നരകത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഖൗമ് തെറ്റുകൾ ചെയ്യുന്നതും ശിർക്കിലേക്ക് പോകും. ഇനി അള്ളാഹു പറയാണ്, വലഹും, ഇത് കഴിഞ്ഞ അവർക്ക്, വലഹും അവർക്കുണ്ട്, മഖാമി ഉണ്ട്. മഖാമി എന്ന് പറഞ്ഞാൽ നല്ല ഹാമർ എന്നർത്ഥം, നല്ല മുട്ടി, നല്ല അടിക്കുന്ന ചാട്ട, അല്ലെങ്കിൽ നല്ല മുട്ടി ഉണ്ടല്ലോ, മുട്ടി. പണ്ടൊക്കെ ഈ റോഡൊക്കെ പണി ഉണ്ടാകുമ്പോൾ ഇന്ന് ക്രഷർ എന്ന് പറഞ്ഞാൽ മുട്ടി എന്ന് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. മുട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഈ മഖാമി മിൻ ഹദീദ്, ഹദീദിന്റെ മഖാമി ഉണ്ട്. ഈ മുട്ടി കൊണ്ട് അവിടെ തലയിലും പുറത്തും മലക്കുകൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ മഖാമിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അറിയോ? ഇതിലൊരു മഖാമിയ ഭൂമിയിലേക്കെങ്ങാനും അള്ളാഹു ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ജിന്നുകളും അതൊന്ന്
നീക്കാൻ അവർ ശ്രമിച്ചാൽ അവർക്ക് സാധിക്കൂല. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ജിന്നുകളും നരകത്തിലുള്ള ഒരു ചെറിയ ഹാമർ ഇവിടെ ഭൂമിക്കല്ല തന്നാൽ അതങ്ങോട്ട് നീക്കാൻ മനുഷ്യന്മാരും ജിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും കഴിയില്ല. ജിന്നുകളെ ശക്തി നമുക്കറിയാം. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഒന്നടങ്കം കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് ജിന്നുകൾ. മനസ്സിലായോ? ആ ജിന്നുകളും മനുഷ്യന്മാരും മൊത്തം ഒരുമിച്ച് കൂടിയാലും ഒരു മഖാമിനെ ഒരു സ്ഥാനത്തുനിന്ന് നീക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയുള്ള അത്രയും ഭീമാകാരമായ മഖാമിയെ കൊണ്ടാണ് അവർക്ക് അടി കിട്ടുക. അള്ളാഹു നമ്മെല്ലാം കാത്തിരിച്ചു. ഇതാ സഹോദരന്മാരെ നരകം. ഇത് ഈ നരകത്തിൽ പോകാൻ ഓൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ പോകണില്ല എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഓൻ പോവുകയാണെങ്കിൽ ഞാനും പോകും എന്നൊരിക്കലും പറയാൻ പാടില്ല. അത് നരകത്തിൻ്റെ ഭയാനകതയും നരകത്തിൻ്റെ ഭീകരതയും ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ തെറ്റുകൾ ചെയ്യുന്നതും തോന്നിയാസങ്ങൾ ചെയ്യുന്നതും വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നതൊക്കെ എന്താ വെച്ചാൽ, ഇതൊക്കെ ചെയ്താൽ പടച്ചോനെ എനിക്ക് ഈ നരകമാണല്ലോ കിടക്കാനുള്ളത് എന്നൊരു മനുഷ്യന് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊന്നും തെയ്യൂല. നിങ്ങൾ ആലോചിച്ച്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ എത്ര ശക്തന്മാരാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ നിന്ന് ഏറുകിട്ടി തിരിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുമ്പം ത്വായിഫിൽ നിന്ന് വരുന്ന വഴിയിൽ പ്രവാചകൻ ഒരു തോട്ടത്തിൽ ഇറക്കുമ്പം മലക്ക് വന്ന് ചോദിച്ചാലും പർവ്വതത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള മലക്ക്, നിങ്ങളിപ്പോൾ അനുവാദം തരികയാണെങ്കിൽ ആ മല എടുത്തിട്ട് ഞങ്ങൾ പോലെ മേത്ത് കൊണ്ടിട്ടോളാം. ഇതാ മലക്കുകൾ എന്ന് പറഞ്ഞ്. നമ്മൾ 100 JCB ഒന്നുമില്ല മലക്കുകൾ. അവിടെ ഒരു ചിറക് മതി ഈ പർവ്വതങ്ങൾ മുഴുവൻ എടുത്തപ്പുറത്ത് കിടാൻ. അത്രയും ശക്തിയുള്ള മലക്കുകളാണ് നരകത്തിൻ്റെ കാവൽ നരകത്തിനുണ്ടാകുക. അലൈഹാ തിസ്അത അശർ എന്നുള്ള പറഞ്ഞു 19 മലക്കുകളുണ്ട്. 19 മലക്കുകൾ. ഈ ആയത്തിറങ്ങിയപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾക്ക് ഭയങ്കര സന്തോഷമായി. അലൈഹാ തിസ്അത അശർ എന്ന് പറഞ്ഞു 19 മലക്കുകൾ. എന്താ സന്തോഷം എന്ന് പറഞ്ഞു? 19 ആളുകളുള്ളൂ. ഓലെങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, അടിച്ച് സീഡാക്കിയിട്ട് നമുക്ക് നരകത്തിൽ നിന്ന് കഴിച്ചിടാക്കുക. അതാണല്ലോ പറയുന്നത്. ഈ 19 എന്നുള്ളത് ആളുകൾക്കൊരു ഫിത്തനയാണ്, പരീക്ഷനാണ്. ചിലക്കരി 19 അല്ല വിചാരിച്ച് നരകത്ത് നിൽക്കും. പോണ്ട. ഒരു മലക്ക് പോലും ഹദീസിൽ കാണാം, റിദ്വാൻ എന്ന മലക്ക്, മാലിക് എന്ന മലക്കാണ് നരകത്തിന് കാക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനെ ചിരിച്ചത് മുതൽ ആ മലക്ക് ചിരിച്ചിട്ടില്ല. ഒരു ചിരിയും ചിരിച്ചില്ല. ആ ഗൗരവത്തിലാണ്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ഖലീലുകളാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റഫാണ് സ്വഭാവം, ഒരു കരുണ ഉണ്ടാവില്ല. ശിദാദ് എന്ന് പറഞ്ഞാൽ അതിശക്തന്മാരായ മലക്കളാണ്. ഒരു കാരുണ്യം. ഈ നരകത്തിൽ മനുഷ്യന്മാരിങ്ങനെ കിടന്നിരുന്നത് കാണുമ്പോഴേ കുറച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സ് അലിയല്ലോ. എന്തെന്നാലും കുറേ എത്ര നമ്മുടെ ശത്രുവാണെങ്കിലും ഒരു ശത്രു കുറേ കാലം ഒരു പ്രയാസം അനുഭവിക്കുന്ന കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മനസ്സെന്ത് ചെയ്യും? അതലിയില്ല. അതിശക്തന്മാരും വളരെ പരുഷമായ സ്വഭാവമുള്ള ആളുകളാണ്. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് അടുത്ത ആയത്ത് പറഞ്ഞു. എന്നാൽ രക്ഷപ്പെടാൻ നോക്കൂര്, എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ നോക്കും. അള്ളാഹ് പറയാണ്, കുല്ലമ അറാദു, അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ തന്നെ എന്തിൽ അയ്യഖുറുജു മിൻഹ, ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം 4 ഭാഗം അവൻ്റെ കൈ ബന്ധിച്ചിട്ടുണ്ടാവും, കാല് ബന്ധിച്ചിട്ടുണ്ടാവും. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓരോ ഇതുപോലുള്ള സാധാരണ പൊട്ടുകുറ്റിയില്ലല്ലോ, അങ്ങനെ കുറ്റിക്കുള്ളിലായിരിക്കും ഓരോരുത്തരുണ്ടാകാം. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മിൻ ഗമ്മിൻ, ആ നരകത്തിൽ കിടക്കുന്ന മനക്ലേശം, പ്രയാസം കാരണം ആ നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ എന്താ സംഭവിക്കുക? ഉഈദു ഫീഹാ, അതിലേക്ക് തന്നെ വീണ്ടും പിടിച്ചിടും. എങ്ങനെയെങ്കിലും പൊത്തിപ്പിടിച്ച് കയറാൻ നോക്കും. ഉഈദു ഫീഹാ, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യനും നരകത്തിന് പുറത്തിറക്കാൻ കഴിയില്ല, ഒരാൾക്കും പുറത്തിറക്കാൻ കഴിയില്ല.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനം അതാണ്. ആ നരകത്തിൽ നിന്ന് അള്ളാഹു ആരൊക്കെ എപ്പോഴൊക്കെ പുറത്ത് കിടക്കണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തല്ലാതെ പുറത്തെടുക്കാൻ കഴിയില്ല. ഒരു ശുപാർശ അവിടെ ഉണ്ടാവില്ല. അള്ളാഹു ഒരു മനുഷ്യന്റെ ശിക്ഷ കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ കൊണ്ട് ശഫാഅത്ത് ചെയ്യിപ്പിക്കും. അത് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ യുഹദ്ദുൽ ഹദ്ദൻ, എനിക്ക് ഹദ്ദ്, ആ നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകൾ ഇങ്ങനെ നമ്മൾ സാധാരണ ഈ ഇതൊക്കെ ഉണ്ടാവും മടലൊക്കെ കൊണ്ട് കോരിയെടുക്കണം. അങ്ങനെ നരകത്തിൽ ചില ആൾക്കാരെ കോരിയെടുക്കും. അതിൽ കാണാൻ ഒരു കറുത്ത കരിക്കട്ടായിട്ടുണ്ടാവും. അങ്ങനെ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇവിടെ നെഹ്റുൽ ഹയാത്ത് ഉണ്ട്. ആ നെഹ്റുൽ ഹയാത്തിലേക്ക് ഒരണ്ടിട്ടുന്നതാണ്. ആ നെഹ്റുൽ ഹയാത്തിലേക്ക് ഇടുമ്പോൾ അവർ ഏറ്റവും സുന്ദരന്മാരായിക്കൊണ്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് വരും. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കൊടുക്കുക. പക്ഷെ സ്വർഗത്തിലേക്ക് എത്തിയാൽ അവർ ജഹന്നമി എന്ന പേരിലാണ് അറിയപ്പെടുക. ഡയറക്റ്റ് സ്വർഗത്തിൽ പോയാലും ഡയറക്റ്റ് അല്ലാത്ത നരകത്തിൽ കൂടെ സ്വർഗത്തിൽ പോയ ആൾക്കാരും തമ്മിൽ സ്വർഗത്തിൽ വ്യത്യാസം ഉണ്ടാവും. ദറജയിൽ വ്യത്യാസം ഉണ്ടാവും, പേരിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ പേര് അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നരകത്തിൽ നിന്ന് ഞങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോ എന്ന നിഅമത്ത് അവർക്ക് ഓർക്കാനുള്ളൊരു പേര് കൂടിയാണത്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുമ്പോൾ സഹോദരന്മാർ, നരകം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ് നരകത്തിലുണ്ടാകും. ഉഈദു ഫിഹ, ആ നരകത്തിലേക്ക് അവർ മടക്കപ്പെടും. ഒരിക്കലും നരകത്തിൽ നിന്ന് ഒരു ചുളിവ് കാണിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകില്ല. ഇനി നമ്മൾ നരകത്തിൽ ചില ആളുകളെ തരിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഓരൊക്കെ പേച്ചവരാണ്, അല്ലെങ്കിൽ ഓരോ കണ്ടാൻ മിണ്ടാൻ പാടില്ല, മറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൽ പറയാണ്, സ്വാദില്, നരകത്തിൽ ഓലിങ്ങനെ നോക്കും, ചുറ്റിങ്ങനെ നോക്കുന്ന. അപ്പോൾ അവർ പറയും, വഖാലു മാ ലനാ ലാ നറാ റിജാലൻ കുന്നാ നഅദ്ദു മിനൽ അശ്റാർ. ഞങ്ങൾ ഓരൊക്കെ പഴച്ചവരാണ്, അല്ലെങ്കിൽ ഓരൊക്കെ പഴച്ചുപോയ ആൾക്കാരാണ്, ശർറിൻ്റെ ആൾക്കാരാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന പല ആളുകളെയും ഇവിടെ കാണില്ലല്ലോ. ഓരൊക്കെ ഇവിടെ, നമ്മൾ ദുനിയാവിൽ ഓലൊക്കെ നരകത്തിക്കുന്ന ആൾക്കാരാണ്, മഹാബികളാണ്, മറ്റാണ് മറിച്ചാണ് പറഞ്ഞതൊക്കെ പറഞ്ഞു നടന്നില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ എന്നിട്ട് അവർ പറയാണ്, നമ്മളിഞ്ഞ് കണ്ണ് തെറ്റിപ്പുഞ്ഞവരെ കാണാൻ ഒരുപടക്കം എവിടെങ്കിലൊക്കെ ഉണ്ടോ, അതല്ല നമ്മൾ കണ്ണ് തെറ്റിപ്പോയതാണോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ദാലിക ലഹഖ്ഖുൻ തഖാസും അഹ്ലിന്നാർ, ഇത് യാഥാർത്ഥ്യമാണ്. തഹാസുമു അഹ്ലിന്നാർ, നരകത്തിൽ കിടന്ന ആളുകൾ തർക്കിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഓലെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ച ആൾക്കാരോടുണ്ടാവും, ശിർക്ക് ചെയ്തവരുണ്ടാവും. ഇവര് പറയും നിങ്ങളെ ഞങ്ങളെ വേപ്പിച്ച്, മറ്റുള്ളവരും നിങ്ങളെ ഞങ്ങളെ വേക്ക് കൂട്ടി. ഇന്നഹു ലഹഖ്ഖുൻ ഇന്ന ദാലിക ലഹഖ്ഖുൻ തഖാസുമു അഹ്ലിന്നാർ, നരകവാസികൾ തമ്മിലുള്ള തർക്കം അത് സത്യമാണ്, അത് സംഭവിക്കും. കാര്യം ഇവിടുന്ന് വലിയ കോളിൽ പറയും, ഞങ്ങൾ മൂപ്പര് നരകത്തിലാണ്, ഞാൻ നരകത്തിലേക്കോട്ടെ. നരകത്തിൽ എത്തി എന്താ പറയാ, നിങ്ങൾ എന്തിനാ ഞങ്ങൾ നരകത്തിൽ കൊണ്ടുവന്നു, അത് അവിടുന്ന് പറയാ. അവിടുന്ന് ഈ വീരവാദം ഉണ്ടാവില്ല. നരകത്തിന്റെ ആളുകൾ തമ്മിലുള്ള തർക്കം അത് സത്യമാണെന്ന് അല്ലാഹു സൂറത്ത് സാദ് പറയാൻ. എന്നിട്ട് അല്ലാഹു പറയണം, വദൂഖു അദാബൽ ഹരീഖ്, നിങ്ങളോട് അവിടെ വെച്ചുകൊണ്ട് പറയപ്പെടും, നിങ്ങൾ നരകത്തിന്റെ ശിക്ഷ, ആ ഹരീഖിന്റെ ശിക്ഷ അഥവാ കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. പക്ഷെ അവർക്ക് വിശ്വാസികളായ ആളുകളെ സ്വർഗത്തിലേക്കും അവിശ്വാസികളായ ആളുകൾ നരകത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കഴിഞ്ഞാൽ അള്ളാഹു മരണത്തെ കൊണ്ടുവരുന്ന, എന്നാൽ അള്ളാഹു മരണത്തെ മരിപ്പിക്കും. ഒരു ചെറിയ ആടിന്റെ കോലത്തിൽ അള്ളാഹു സിറാത്ത് പാലത്തിൽ നരകത്തെ കൊണ്ടുവന്ന് ആ മരണത്തെ അള്ളാഹു മരിപ്പിക്കും. എന്നിട്ട് സ്വർഗവാസികളോട് പറയും, ഇനി നിങ്ങൾക്ക് മരണമില്ല. അപ്പൊ സ്വർഗവാസികൾക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം കാലോകാലം ഈ അനുഭവത്തിൽ അവർക്ക് ജീവിക്കാറ്. നരകവാസികൾക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമാകും. കാരണം സുമ്മല യമൂതു ഫീഹാ വലാ യഹ്യ, അവർക്കതിൽ മരണം ഉണ്ടാവില്ല, ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ സഹോദരന്മാരെ, ചുരുക്കത്തിൽ എന്താ വെച്ചാൽ നരകം എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അതാണ് നരകം. ഈ നരകത്തിൻ്റെ ഭീകരതയും നരകത്തിൻ്റെ ഭയാനകതയും ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ തെറ്റിൽ നിന്ന് അവൻ മാറിക്കാൻ കഴിയും. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ ബാലരമയിൽ വായിക്കണ അല്ലെങ്കിൽ വല്ല ബാലമംഗളത്തിലോ ഒക്കെ വായിക്കണ കഥ പോലെ നമ്മളിങ്ങനെ വായിച്ചു പോകണം. അതൊക്കെ വരുമ്പോൾ കാണാം ഇതൊക്കെ ഹക്കാണ്. ഈ നരകം ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പോയി കണ്ട് പ്രവാചകൻ കണ്ട് അനുഭവിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി പറയാണ് നരകമുണ്ട്, അള്ളാഹു പറയുന്ന നരകമുണ്ട്, ഇത് ഉഅദ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. എന്നിട്ടും ആ നരകത്തിൻ്റെ പണി തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തായാലും മനുഷ്യന്മാർ നരകം കാണുമ്പോൾ ഖേദിക്കുന്നതാണ്, ഉറപ്പാണ്. എത്ര വലിയ വീരും അതുപോലെ തന്നെ വീമ്പും ഇളക്കിയവരാണെങ്കിലും നരകത്തിൻ്റെ മുമ്പിലേക്ക് അവൻ എത്തുമ്പോൾ ഉറപ്പാണ് വിലക്കടിക്കും. സുഹൃത്തു പിന്നെ ഇതിൽ അള്ളാഹു പറഞ്ഞില്ലേ, അതായത് പിന്നെ നരകത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരുമ്പോഴാണ് അവന് ബോധം ഉണ്ടാവുക. അന്നാ ലഹു ദിക്റ, എവിടുന്നാണോ ബോധം എന്നുള്ള ചോദിക്കാൻ. നരകത്തെ മുമ്പിൽ കൊണ്ട് കാണുമ്പോഴാണ് അനുബോധം വരിക. യതദക്കറുൽ ഇൻസാൻ, അപ്പം മനുഷ്യൻ ഓർമ്മ വരും, പടച്ചോന് ഇതൊക്കെ ദുനിയാവെന്ന് ചെയ്താൽ മതി. അന്നാ ലഹു ദിക്റ, അപ്പോൾ എവിടുന്നാണ് അവന് ബോധം വന്നത്? ഈ ബോധം ദുനിയാവെന്ന് വന്നിക്കണമെങ്കിൽ ഇത് നരകത്തിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഈ ബോധം ദുനിയാവെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നരകത്തിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ബോധം വന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് നരകം ഹക്കാണ്. ആ നരകത്തിൽ പോകാതിരിക്കുക നമ്മൾ പണിയെടുക്കണം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നബി പറഞ്ഞ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് അള്ളാഹുവിനെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഖുർആൻ്റെ ഒരു ശൈലി എന്താ വെച്ചാൽ നരകത്തെ പറ്റി പറഞ്ഞാൽ പിന്നെ സ്വർഗത്തെ പറ്റി പറയും. ഇത് വിശ്വാസികളല്ലാത്ത ആളുകൾക്കുള്ള ശിക്ഷ. എന്നാൽ വിശ്വാസികളാണെങ്കിലും ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല യുദ്ഖിലുൽ ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്, ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവരാണോ അവർ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്ത്, സ്വർഗങ്ങളിലേക്കാണ് അവർക്ക് പ്രവേശനമുള്ളത്. സ്വർഗത്ത് പോകാൻ രണ്ട് കണ്ടീഷനുള്ളൂ, രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഈമാൻ ശരിയാകുക, അമലു സ്വാലിഹത്ത് ഉണ്ടാകും. ഈമാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശ്വാസം, തൗഹീദ്, അതുപോലെ തന്നെ ആഖിറത്തുള്ള വിശ്വാസം, അമ്പിയാക്കന്മാരുടെ വിശ്വാസം, പരലോകത്തുള്ള വിശ്വാസം എല്ലാം ക്ലിയറാണ്. ഇല്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഈമാനും അമലു സ്വാലിഹാത്ത്, വിശ്വാസം മാത്രം പോരാ, അമലു സ്വാലിഹാത്ത് വേണം. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, കർമ്മങ്ങൾ, ഇതിലേറ്റവും കൂടുതൽ ശരിയാകേണ്ടത് നിസ്കാരമാണ്. ഇത് നമ്മുടെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പഴച്ചു പോകുന്നത് നിസ്കാരത്തിലാണ്. ഇന്ന് നമ്മൾ പഠിക്കാത്തത് നിസ്കാരമാണ്. മനസ്സിലായി? 6-ാമത്തെ 7-ാമത്തെ വയസ്സിൽ തുടങ്ങും നമ്മൾ നിസ്കാരം. ഇപ്പം നമ്മൾ നിസ്കാരം ശരിയായിക്കണോ? നിസ്കാരം ശരിയായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നോക്കാൻ പറഞ്ഞിടത്തേക്കും പ്രവാചകൻ പറഞ്ഞ സ്ഥലത്തേക്കും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലാണ് നിസ്കരിക്കണം. പ്രവാചകൻ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് 10-1, 8-1, 6-1, 5-1, 2-1 ഇങ്ങനെയൊക്കെ കൂലിയിട്ടുള്ളൂ. മുഴുവൻ കൂലിയും കിട്ടുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും നിസ്കരിക്കണമുണ്ട്. നിങ്ങൾ ആലോചിക്കെ, ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്ത്, നിസ്കാരമാണ് ഒരു മനുഷ്യന്റെ അമലുകളിൽ നിന്ന് ഒന്നാമത് വിചാരണയ്ക്ക് എടുക്കുക. നിസ്കാരം ക്ലിയർ ആണോ? ബാക്കിയൊക്കെ ക്ലിയർ ആണ്. നിസ്കാരം ക്ലിയർ അല്ലേ, ബാക്കിയൊന്നും ക്ലിയർ. പെണ്ണുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ആണുങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകണ്ടെന്ന് കോംപ്രമൈസേ ഉള്ളൂ. അല്ലാതെ വേറൊരു കോംപ്രമൈസും നിസ്കാരത്തിൻ്റെ വിഷയത്തിലില്ല. അവർക്ക് അശുദ്ധി ഉണ്ടാവുമ്പോൾ നിസ്കരിക്കണ്ട. അതല്ലാതെ സമയം കാര്യങ്ങളൊക്കെ ആണുങ്ങളെ പോലെ തന്നെയാണ് പെണ്ണുങ്ങൾക്കും. മനസ്സിലായില്ലേ? പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് സഹാബി ചോദിച്ചിട്ട്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പണി ഏതാ നബി? അസ്സലാത്തു അലാ വഖതിഹാ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പണിയെടുക്കും. നബി വീട്ടിൽ പണിയൊക്കെ എടുക്കും. നമ്മൾ ചില ആണുങ്ങൾക്ക് ഇപ്പം എന്താ വെച്ചാൽ കൈയും കെട്ടിങ്ങനെ സോഫ ഇരിക്കില്ല. വീട്ടിൽ കുറച്ചൊക്കെ പണി ആണുങ്ങൾ എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം അലക്കാറുണ്ട്, ചെരുപ്പ് തുന്നാറുണ്ട്, ആടിനെ കറക്കാറുണ്ട്. ആരും നബി ആരും നബി മദീനയുടെ ഭരണാധികാരിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിലെ പണിയെടുക്കും. ബാങ്ക് കൊടുത്താൽ നിർത്തി പള്ളിയിൽ പോകുന്ന, പിന്നീട് പണിയില്ല. മനസ്സിലായോ?
അപ്പം ഇത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രീതിയാണ്. സഹാബത്ത് ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോകും, ആണുങ്ങളാണെങ്കിൽ അങ്ങനെ. പക്ഷെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പെണ്ണുങ്ങളും പള്ളി വന്നിരുന്നു, സുബൈക്ക് പള്ളി വന്നിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ റമദാനിൽ പള്ളി വരും, റമദാൻ ഇല്ലാത്ത സ്ഥലത്ത് പള്ളി വരാറില്ല. കഴിയുന്നതും പള്ളിയിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് പോകാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂത്തിന ലാ യഅരിഫൂന അഹദു മിനൽ ഖലസ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മൂടുപടം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ സുബഹിക്ക് വരെ പള്ളിയിലേക്ക് പോകും. ഇരുട്ട് കാരണം അവരാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉത്തമ വീടായിട്ടും പ്രവാചകന്റെ പള്ളിയിൽ വന്നിട്ടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വീടിനൊത്തം വഖർന ഫീ ബുയൂത്തികുന്ന, ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. ഈ ആയത്ത് വിശദീകരിച്ച പണ്ട് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, വമിനൽ ഹവായിജി ശർഇയ്യ അൽ ഖുറൂജ് ഇലൽ മസ്ജിദ്. മതപരമായ അവിടെ ആവശ്യങ്ങൾപ്പെട്ടതാണ് പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. മനസ്സിലല്ലേ? പ്രവാചകന്റെ ഭാര്യമാർ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് സുബൈക്ക് കുത്തേറ്റപ്പോ ആതിഖ റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ട്. എവിടെ നിന്ന്? അപ്പോൾ വണ്ടി എന്നല്ല. അപ്പോൾ ചില അത് കുത്തേറ്റ് കണ്ട് വണ്ടി എന്നാന്ന്. കുത്തേറ്റ് വണ്ടി എന്നല്ല, കേട്ട് കണ്ട് വണ്ടി എന്നല്ല. ആ കുത്തേൽക്കുമ്പോൾ പള്ളിയിൽ ആതിഖ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മനസ്സിലായി? അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇനി പള്ളിയിൽ പോയില്ലെങ്കിലും നമസ്കാരത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് വലിയ അശ്രദ്ധയുണ്ട്. അതുണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ ഒന്നാമത്തെ അമൽ നിസ്കാരമാണ്. അതാണ് അമലു സ്വാലിഹാത്ത്. അമലു സ്വാലിഹാത്തിൽ ഒന്ന് നിസ്കാരം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. നിസ്കാരം അത് ആണുങ്ങളായിരുന്നാലും കുറച്ചൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ നൃത്തം നന്നായാൽ പരലോകത്തും അവൻ നന്നായി. ദുനിയാവിൽ നമ്മൾ അള്ളാന്റെ മുമ്പ് നിൽക്കുന്നുണ്ട്, പരലോകത്ത് നിൽക്കുന്നതിന്റെ മുമ്പ്. പരലോകത്ത് നമ്മൾ അള്ളാന്റെ മുമ്പ് നിൽക്കുന്ന ആ നൃത്തം നന്നാകണമെങ്കിൽ ദുനിയാവിൽ അള്ളാന്റെ മുമ്പ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നന്നാകണം. അള്ളാഹു പുറന്ന് കെട്ടിയ പിന്നെ എല്ലാം വന്ന് 10 വട്ടം കൊട്ടാവിട്ട് 4 വട്ടം അവിടെ മാന്തി ഇവിടെ മാന്തി അതുകൊണ്ടാവും. നിസ്കാരത്തിൽ വഖൂമു ലില്ലാഹി ഖാനിതീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇതൊക്കെ അള്ളാഹു വിശ്വാസികളെ പറ്റി പറഞ്ഞു. പിന്നെ നിസ്കാരത്തിൽ ഖുശൂഅ് നമുക്ക് പരാതി ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് അറിയോ? അത് നമ്മൾ നിസ്കാരത്തിലേക്ക് മുമ്പ് നിൽക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പിന്നെ നിസ്കാരത്തിന്റെ ദിക്റുകളും ദുആകളും ചെറിയ ചെറിയ സൂറത്തിന്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിക്കണം. ഏറ്റവും ചെറിയ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടെങ്കിൽ അർത്ഥം പഠിക്കണം. അത് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നിസ്കാരത്തിൽ ഖുശൂഉം കാര്യമൊന്നും കിട്ടാത്തത്. അതാണ് അല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്. ഈമാനും അമലു സ്വാലിഹാത്ത് ഉണ്ടെങ്കിൽ ജന്നാത്തിൻ, അവർക്ക് സ്വർഗമുണ്ട്, മിൻ തഹ്തിഹൽ അൻഹാർ, നരകത്തിന്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്കുണ്ടായിരിക്കും. അവിടെ ഒരു മനുഷ്യന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന വെള്ളം അവനുണ്ടാകുന്നു. എങ്ങനെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. 4 നദികൾ സുഹൃത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലിന്റെ നദിയുണ്ട്, തേന്റെ നദിയുണ്ട്, കള്ളന്റെ നദിയുണ്ട്, അതുപോലെ തന്നെ ശുദ്ധമായ വെള്ളത്തിന്റെ നദിയുണ്ട്. ഈ നദികൾ അവന്റെ അടുത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. യുഹല്ലൗന ഫീഹാ, അവർക്കതിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാവും ആഭരണം. ദുനിയാവുന്ന ആണുങ്ങൾക്ക് അല്ലാഹു സ്വർണം നിഷിദ്ധമാക്കി. പക്ഷെ അല്ലാഹു പറയാണ് യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണ്ണ വളകൾ, സ്വർണത്തിന്റെ വളകൾ അവർക്ക് അണിയിക്കപ്പെടും. ഇപ്പൊ സ്വർണം ഇവിടുന്ന് ആണുങ്ങൾക്ക് നിഷിദ്ധമുള്ളൂ. അവിടുന്ന് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് അവിടുന്ന് സ്വർണത്തിന്റെ വളകൾ അവർക്ക് അണിയിക്കപ്പെടും. മുത്തുകളും അവിടെ ഉണ്ടാകും. വലിബാസുഹും ഫീഹാ ഹരീർ, അവിടെ വസ്ത്രം എന്തായിരിക്കും? പട്ടുവസ്ത്രമായിരിക്കും. അപ്പൊ ദുനിയാവിൽ ആണുങ്ങൾക്ക് പട്ടും പാടില്ല, സ്വർണം പാടില്ല. പക്ഷെ പരലോകത്ത് എന്തുണ്ടാവും? ഇത് രണ്ടും അള്ളാഹു അനുവദിച്ചു കൊടുക്കും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് പട്ടും സ്വർണവും ധരിക്കണമെങ്കിൽ ദുനിയാവൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ധരിക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹിന്റെ പരീക്ഷണമാണ്. എന്നാൽ സ്വർഗത്തിൽ ഉള്ളതെന്ന ദുനിയാവുന്ന തന്നൂടെ പറ്റൂല. അപ്പൊ സ്വർഗത്ത് പോകാൻ കഴിയില്ല. സ്വർഗത്തിൽ കള്ളുണ്ട്, അയ്യാഴ്ച ദുനിയാവെന്ന് കള്ളുടിക്കാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായത്? സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതാണ് മനസ്സിലാക്കുക. ദുനിയാവിൽ അള്ളൊരു കാര്യം ദുനിയാവ് നമുക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബദലായി അള്ളാഹു സ്വർഗത്തെ നമുക്ക് തരും. ഇൻഷാ അല്ലാഹ് നമ്മൾ തിരക്കൂട്ടാഞ്ഞാൽ മതി. മനസ്സിലായത്?
ദുനിയാവിലൊരു കാര്യം നമുക്ക് അള്ളാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകരുത്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബദലായ നല്ലത് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടേക്ക് പോണ്ട, ഇത് ഇവിടെ ഉണ്ട്. അത് കള്ളാണെങ്കിലും അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളാണെങ്കിലും ഒക്കെ. കള്ള് നിറം പെടുത്ത പട്ടച്ചാരായാലും കേട്ടോ അവിടെ. ഒരിക്കലും മത്തു വരാത്ത, കുടിക്കാൻ ആസ്വാദ്യകരമായ, ലദ്ദത്തിൻ ലിശാരിബിൻ, കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദ്യകരമായ കള്ളാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് അള്ളാഹു സ്വർഗത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലിബാസ്, നരകത്തിന്റെ ആളുകൾ ലിബാസ് പറഞ്ഞു, നരകത്തിന്റെ വസ്ത്രമാണ് അവർക്ക്. സ്വർഗത്തിൽ ലിബാസും ഫിയ ഹരീർ. ദുനിയാവിലെ പട്ടൊന്നുമില്ല. സ്വർഗത്തിലെ പ്രവാചകന്റെ ഹദീസിൽ കാണാം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ എന്നാ. പേര് മാത്രമേ എന്തുള്ളൂ, സാദൃശ്യം. അല്ലാതെ കംപ്ലീറ്റ് 100% സാധനം വ്യത്യസ്തമായിരിക്കും. പഴവർഗ്ഗങ്ങള്, റുമാനുണ്ട്, ഒക്കെ ഉണ്ട്. അല്ല സ്വർഗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ റുമാൻ പഴമല്ല, അത് സ്വർഗത്തിലെ വേറെ തന്നെ റുമാൻ പഴം. അത് പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ. പേര് എന്തിനാ പറഞ്ഞു വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പേര് പറഞ്ഞതാണ്. അപ്പം അതാണ് സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള വിഭവങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വർഗവും ഹക്കാണ്, നരകവും ഹക്കാണ്. ഈ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ പണിയെടുക്കേണ്ടത്. ആ നരകത്തിനെ പേടിച്ചുകൊണ്ടാണ് മനുഷ്യൻ പണിയെടുക്കേണ്ടത്. അത് പണിയെടുക്കുമ്പം ഈമാനും അമലും സ്വാലിഹാത്താണ് ഇത് രണ്ടിൻ്റെ മാനദണ്ഡം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരാൾക്ക് സ്വർഗത്ത് കിടക്കാൻ കഴിയും. ഒരിക്കലും പൂതി വെച്ചത് കൊണ്ട് മാത്രം ആൾക്ക് സ്വർഗത്ത് കിടക്കില്ല. കാരണം സ്വർഗത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറില്ല. അഡ്ജസ്റ്റ്മെന്റ് തയ്യാറില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കേണ്ടതല്ലാത്തൊരു മനുഷ്യൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്തോ ഓൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. ഒരു തരിമ്പും അല്ലാഹു സ്വർഗത്തിന്റെ വാസന പോലും അവന് കൊടുക്കൂല. അതല്ലാത്ത ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, തൗബ ചെയ്താൽ മതി. ഇനി തൗബ ചെയ്തിട്ടില്ലെങ്കിലും ഒരു പക്ഷേ പരലോകത്ത് നിന്ന് പുറത്തു കൊടുത്തേക്കാം, അതല്ലെങ്കിൽ നരകത്തിൽ കിടന്ന് സ്വർഗത്തിൽ കിടക്കാം. പക്ഷെ ശിർക്ക് ചെയ്തോ ഒരു പ്രതീക്ഷയും അവൻ ആവശ്യമില്ല. കാലാകാലം നരകത്തിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കും. സ്വർഗം അവൻ നിഷിദ്ധമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകത്തിന്റെ ഭയാനകതകളിൽ നിന്നും, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്നും, നരകത്തിന്റെ ചൂടിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൻഫുസകും വഅഹ്ലീകും നാറെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തിന്റെ ഭീകരതയും ഭയാനകതയും നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു പരിധി വരെ ആളുകൾ നന്നാവും. ഇതൊന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൂല. നരകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇനിയിപ്പോൾ നരകത്ത് പോയാലും അവിടെ AC ഉണ്ടാവും. നരകത്ത് പോയാൽ നമ്മൾ എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ പറഞ്ഞ. നരകത്ത് കാക്കണ മലക്ക് പറഞ്ഞിട്ടുണ്ട്, അന്നാരും എൻ്റെ മുരീദുകളാണ് നരകത്ത് കടക്കൂല എന്ന് നരകത്ത് കാക്കണ മലക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അള്ള് നരകത്ത് കിടാൻ പറഞ്ഞാലും നരകത്തിന് മലക്ക് എന്നെ നരകത്ത് കൂടില്ല എന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് ആളുകൾ ഈ നരകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി. ഇതൊന്നുമല്ല നരകം എന്ന് പറഞ്ഞാൽ, അള്ള് എന്താണോ പറഞ്ഞത് അതാണ് നരകം. അത് ഖുർആനിലുണ്ട്. പ്രവാചകൻ എന്താണോ പറഞ്ഞത് അതാണ് നരകം, അത് ഹദീസിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പാള കിതാബുള്ളതും നമ്മൾ എന്ത് ചെയ്യണ്ട, വിശ്വസിക്കണ്ട. കാരണം അള്ള നരകം കണ്ടവനെ സൃഷ്ടിച്ചവനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടവനാണ്. ഇവർ ഈ പറയുന്ന പാളകിതാബ് എഴുതിയവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, നരകം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഓരുണ്ടാക്കിയ കെട്ടുകഥകളൊന്നും നരകത്തെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹും റസൂലും പറഞ്ഞ് വിശ്വസിക്കാൻ പാടുള്ളൂ. അതുണ്ടെങ്കിൽ ആ സ്വർഗമാണ് നമ്മുടെ ആഗ്രഹമാകേണ്ടത്, നരകം. അതിൽ നിന്ന് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് കാവലിന് ചോദിച്ചുകൊണ്ടിരിക്കും. നിസ്കാരത്തിലാണെങ്കിലും അള്ളാഹുവിനെ ഔദു ബിക മിനന്നാർ നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ. നരകത്തിൽ നിന്ന് അള്ളാഹു നിന്നോട് കാവലിന് ചോദിക്കും. അപ്പം നരകത്തിൽ നിന്ന് കാവലിന് ചോദിക്കണം. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിനർത്ഥം മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന 2 ആളുകളുണ്ട്. ഒന്ന് നമ്മൾ കരീം മൗലവിയാണ്, മുറയിലുള്ള, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂക്കൂട്ടിൽ നമ്മൾ അസീസ്ക, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. 2 ആളും കുറച്ച് പ്രായമുള്ള ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു പൂർണ്ണമായി ശിഫ നൽകുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗം കണ്ട് മലക്കളുടെ ആശ്വാസവാക്കുകൾ കേട്ട് മരിക്കുവാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك ارحم الراحمين.